അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഫൈറ്റ് ചെയ്ത് ഞാൻ എന്നാ പോയിന്റിലേക്കൊക്കെ എത്തും എന്ന് സ്വയം തോന്നാറുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ നമുക്കൊരു പ്രോപ്പറായിട്ട് എൻ്റെ ഡെസ്റ്റിനേഷൻ അവിടെയാണ്, ഇതല്ലാതെ മറ്റു വഴികളില്ല, മാർഗ്ഗം ഇതാണ്, ലക്ഷ്യം ഇതാണെന്ന് സ്വയം നമുക്കൊരു തോന്നലുണ്ടെങ്കിൽ ഈ പറയുന്ന നമുക്ക് ചുറ്റുമുള്ള നോയ്സൊക്കെ നമുക്ക് സൈലൻ്റ് ആയിട്ട് തോന്നും. സ്ട്രഗിൾ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാര്യം നമുക്ക് ഇത്രയധികം പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നമുക്കൊരു ഡ്രൈവിംഗ് ഫോഴ്സ് അത് തന്നെ ആയിരിക്കും എപ്പോഴും. നമുക്കങ്ങനെ വെറുതെ ഇരിക്കാൻ തോന്നില്ല. നമുക്കങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിലേ ഇനി മുന്നോട്ട് പോകാൻ പറ്റും. മറ്റു ഓപ്ഷൻസ് ഒന്നും ഇല്ലല്ലോ, ആകെ ഒരു ഓപ്ഷൻസ് അല്ലേ ഉള്ളൂ. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. ആ അഡ്വാൻറ്റേജിനെ അതിൻ്റേതായ പോസിറ്റീവ് അർത്ഥത്തിലെടുത്ത് മുന്നോട്ട് പോവുക. ലക്ക് ഫാക്ടർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മളതിനെ പെർസീവ് ചെയ്യുന്നതിൻ്റെ ഡിഫറൻസ് ആണെന്ന്. ലക്ക് ശരിക്കും നമ്മുടെ ഹാർഡ് വർക്കിൻ്റെയും കൂടെ ഒരു ഫലമായിട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ്. നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ സൈഡ് കംപ്ലീറ്റ്ലി ചെയ്തിട്ട് നമ്മളൊരു എക്സാമിന് പോവുക എന്നുള്ളതാണ് നമുക്ക് സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ പലരും പറയുന്ന കേട്ടുണ്ട് ആ ദിവസത്തിൻ്റെ ഒരു കാര്യങ്ങളും കൂടെ ഉണ്ട്. നമ്മൾ പഠിച്ച അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതുകൂടെ കവർ ചെയ്ത് ബെറ്റർ ആയിരിക്കും. ഓക്കെ. ഈ വർഷം ബാങ്കിങ്ങിൽ ഒരുപാട് അവസരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ദിശ അക്കാഡമിയിൽ നിന്നും ബാങ്ക് എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് IBPS RRB 2025 ക്ലർക്ക് എക്സാം ക്ലിയർ ചെയ്ത ഒരാളെയാണ്, പ്രണവിനെയാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. നമുക്ക് പ്രണവിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഹായ് പ്രണവ്. നമസ്കാരം. പ്രണവിൻ്റെ വിശേഷങ്ങളൊന്ന് പറയാമോ? പ്രണവ് എവിടെ നിന്നാണ് വരുന്നത്, സ്ഥലവും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? എൻ്റെ സ്ഥലം കൊട്ടാരക്കര തൃക്കണ്ണമംഗലാണ്. ഞാൻ കഴിഞ്ഞ വർഷമാണ് ദിശ അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്നത്. ഞാനിവിടെ BTech ആണ് പഠിച്ചത്. സിവിലായിരുന്നു ഡിഗ്രി. എന്തുകൊണ്ടാണ് ബാങ്ക് കോച്ചിങ് സെലക്ട് ചെയ്യാനുള്ള കാരണം? BTechന് ശേഷം സത്യം പറഞ്ഞ ഒരു കൺഫ്യൂഷൻ ഫേസ് ആയിരുന്നു. ഒരുപാട് തീരുമാനങ്ങൾ എടുത്തു, പല ഇതും നോക്കി. പ്രൈവറ്റായിട്ട് ജോബിന്, പിന്നെ കുറേ സോഫ്റ്റ്വെയർസ് സിവിൽ റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ പഠിച്ചു. പിന്നെ ആ സമയത്താണ് ബാങ്കിനെ പറ്റി കേൾക്കുന്നത്. പക്ഷേ അത് പ്രോപ്പറായിട്ടൊന്നൊരു പ്രിപ്പറേഷന് പറ്റിയില്ല. പിന്നീടും പല മേഖലകളിൽ പോയി പുറത്തു പോകുന്നതിനെ പറ്റിയിലൊക്കെ ആലോചിച്ചു. അങ്ങനെ അവസാനം ഒരുപാട് സമയത്തിന് ശേഷമാണ് പിന്നീട് ബാങ്ക് ഒന്ന് ട്രൈ ചെയ്യാം. അതിൻ്റെ സിലബസിനെ പറ്റി ഒരു അറിവുണ്ടായിരുന്നു. അപ്പോൾ മാത്സ് ആണെന്ന് അറിയാവുന്നതുകൊണ്ട് എനിക്ക് പറ്റുമായിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസിൽ ദിശയിൽ വരുന്നത്. ഓക്കെ. അപ്പം പ്രിപ്പറേഷൻ, അപ്പം എനിക്ക് തോന്നുന്നു നീ ആദ്യം ജോയിൻ ചെയ്തത് SSC എന്നുള്ള രീതിയിലായിരുന്നു അക്കാഡമിയിലേക്ക് വന്നത്. പിന്നെ നമ്മുടെ ബാങ്ക് ബാച്ച് സ്റ്റാർട്ട് ചെയ്തപ്പം അതിലോട്ട് മാറുകയാണ് ചെയ്തത്. അപ്പം എങ്ങനെയായിരുന്നു ഈ ഒരു എക്സാമിൽ നിന്ന് എനിക്ക് ബാങ്കിലോട്ട് മാറിയാൽ പറ്റും, SSCയെക്കാളും എനിക്ക് ബാങ്കാണ് പറ്റുന്നതെന്ന് തോന്നാനുള്ള കാരണം എന്താ? വീട്ടിൽ തന്നെ ആദ്യം SSC നോക്കുക എന്നുള്ളൊരു മൈൻഡിലാണ്. അങ്ങനെയാണ് ദിശയിലിട്ട് ആദ്യം വരുന്നതും. പിന്നെ സിലബസിനെ പറ്റിയൊക്കെ അറിഞ്ഞപ്പോൾ ജനറൽ നോളേജ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ എന്തോ ഒരു പേടി, എനിക്കത് പറ്റുമായിരിക്കും, അത് ഒരുപാട് വാസ്റ്റ് അല്ലേ എന്നുള്ളൊരു തോന്നലിൽ ഞാൻ നോക്കിയപ്പം ബാങ്കിൻ്റെ സിലബസ് കമ്പാരിറ്റീവ്ലി എനിക്ക് കുറച്ച് ലിമിറ്റഡ് ആയിട്ട് തോന്നി. പിന്നെ അത് കണക്ക് മാത്സിന് കുറച്ച് അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് എനിക്ക് മാത്സ് പറ്റും എന്നുള്ളൊരു തോന്നലിലും എന്നാൽ പിന്നെ ബാങ്ക് നോക്കാം എന്ന രീതിയിൽ ബാങ്കിലോട്ട് മാറുമായിരുന്നു. ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പറയാം? വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി, ഞാൻ. നിങ്ങൾ 3 പേരാണുള്ളത്. അപ്പോൾ വീട്ടുകാർക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു ജോലി വേണം, അല്ലെങ്കിൽ ബാങ്ക് പോലെ ഒരു ജോബിനെ പറ്റിയല്ല വല്ല ഐഡിയോ കാര്യങ്ങളോ വല്ല വീട്ടുകാരുടെ ഒരു ഗൈഡൻസ് ആണോ, അതോ സെൽഫായിട്ടുള്ള തീരുമാനമായിരുന്നു? ഉറപ്പായിട്ടും വീട്ടുകാർ ഗൈഡൻസ് തരാറുണ്ടായിരുന്നു. പിന്നെ ഡിസിഷനിൻ്റെ തീരുമാനം എടുക്കുന്നുള്ളൊരു കംഫർട്ട് സ്പേസിൽ നമ്മളെ വിടാറുണ്ടായിരുന്നു. അവരുടെ ഒരു സപ്പോർട്ട് ഉറപ്പായിട്ടും എല്ലാ സക്സസിനും പുറകിലുണ്ട്. ഒന്ന് വെളിയിലോട്ടൊന്ന് പോയി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ വേറെ ഒരു ജോബ് ആഗ്രഹിച്ചിട്ടായിരിക്കുമല്ലോ മറ്റൊരു സ്ഥലത്തോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അവിടെ ചെന്നപ്പോൾ അത് കംഫർട്ടബിൾ ആയില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മൾ തിരികെ വരും. അപ്പം വീട്ടുകാർ അതിനെയൊക്കെ എങ്ങനെയാണ് അച്ഛനും അമ്മയൊക്കെ കണ്ടത്? അവർ സപ്പോർട്ടീവ് ആയിരുന്നു. എനിക്ക് എന്താണ് എൻ്റെ പീസ് ഓഫ് മൈൻഡ്, നിൻ്റെ ഡിസിഷൻ എന്താണ്, നീ എവിടെയാണ് ഹാപ്പി ആയിട്ടിരിക്കുന്നത് അത് നീ ചെയ്യ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെ നിന്നത്. ഞാൻ ഒരുപാട് ഡിസിഷൻസ് മാറി എടുക്കുമെന്ന് പറയുമ്പോഴും അവരുടെ സപ്പോർട്ട് അതിന് പുറകിലുള്ളത് കൊണ്ടാണ് എനിക്കത് പറ്റിയത് തന്നെ. അപ്പോൾ അവരെ എല്ലാ ടൈമിലും സപ്പോർട്ടീവ് ആയിട്ട് തന്നെ ആയിരുന്നു. അതെ, അച്ഛൻ്റെ അമ്മയുടെയും ഒരു സപ്പോർട്ടാണ് എനിക്കിപ്പം വെളിയിൽ പോയിട്ട് വന്നാലും പറ്റുമെന്ന് തോന്നി. എന്താണ് പ്രണവ് തിരിച്ചു വന്നപ്പോൾ പ്രണവിന് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു? ദിശ അക്കാഡമിയെ പറ്റി എങ്ങനെയാണ് അറിഞ്ഞത്, എങ്ങനെയാണ് ദിശ അക്കാഡമിയിലേക്ക് എത്തിയത്? ദിശയെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. നേരത്തെ ആദ്യം കോമ്പറ്റേറ്റീവ് എക്സാമിനെ പറ്റി ചിന്തിച്ചപ്പോൾ തന്നെ ദിശയിൽ വിളിച്ചിട്ടുണ്ട്. ഞാൻ അന്ന് ഒരു 2024 ആ സമയത്ത് ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ബാങ്ക് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നീട് രണ്ടാമത് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും കൊട്ടാരക്കര തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള എന്തായാലും നിർബന്ധമായിട്ട് എനിക്ക് വേണമായിരുന്നു, പെട്ടെന്ന് പോയി വരാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ ദിശയിൽ വീണ്ടും വിളിച്ച് തിരക്കിയപ്പം അവിടെ ബാങ്ക് തുടങ്ങുന്ന അറിഞ്ഞു. അപ്പം എന്നാൽ പിന്നെ നോക്കാം എന്നുള്ളൊരു മൈൻഡിൽ തന്നെ ആയിരുന്നു എൻ്റെ ഇതിൽ. പക്ഷെ വീട്ടുകാർ SSC നോക്ക് എന്നുള്ളൊരു ഇതാണ്. അവർക്ക് ബാങ്കിനെ പറ്റി എനിക്ക് അത്രയും പ്രോപ്പറായിട്ട് അറിവില്ലാത്തതുകൊണ്ടായിരുന്നു. പിന്നെ സിലബസ് ഒക്കെ നോക്കിയപ്പോൾ എൻ്റെ കംഫർട്ടബിൾ ബാങ്ക് എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ദിശയെ പറ്റി അറിയുന്നതും ബാങ്കിൽ വന്ന് ചേരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ അവിടുത്തെ ക്ലാസ്സുകൾ, അതായത് നമ്മുടെ അധ്യാപകർ ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാര്യം എൻ്റെ ഒരു ലൈഫിലൊരു ഡൗൺ പോയിന്റിലാണ് ഞാൻ ദിശയിൽ എത്തുന്നത്. ഇനിയൊരു എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ അല്ലെ ഇനി ഒന്ന് കയറി വരണം എന്നുള്ളൊരു അവസാന കച്ചിത്തുരുമ്പെന്നൊക്കെ പറയുന്ന പോലെയാണ് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ അഖിൽ സാറിൻ്റെ ക്ലാസ്
ക്ലാസ് ആയിരുന്നു. സാറിനെ പറ്റി പറയാതിരിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. ഇപ്പോൾ ഏതെങ്കിലും ഞാൻ ഒരു പോയിന്റിൽ നിൽക്കുന്നുണ്ടെങ്കിൽ സാറിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും അതിലേക്ക് എത്തിപ്പെടാൻ പറ്റത്തില്ലായിരുന്നു. ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ സാറ് ഭയങ്കരമായിട്ട് നമ്മൾ ഇമ്പ്രസ്ഡ് ആയോ, പുള്ളി ഇടുന്ന ആ ഒരു എഫേർട്ട് നമ്മൾ തിരിച്ചു വിടണം എന്നുള്ള നമുക്ക് തോന്നുന്ന രീതിയിലായിരുന്നു സാറിൻ്റെ ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരുന്നത്. അതേ കണക്ക് സാറിൻ്റെ ക്ലാസ് ഇരുന്നപ്പോഴാണ് ടീച്ചിങ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മെൻറ്ററിങ് എന്നും മനസ്സിലായത്. സാറ് ജസ്റ്റ് നമ്മുടെ ബേസിക്സിൽ നിന്ന് തന്നെ പഠിപ്പിച്ചു പോകുക. നമ്മൾ പല മേഖലകളിൽ നിന്ന് വരുന്നതാണ്. ഇപ്പം ബാങ്കിൻ്റെ ആ സിലബസ് നമ്മൾ ഫ്രഷ് ആണ്. സാറ് ബേസിക്സിൽ നിന്ന് തന്നെ പഠിപ്പിച്ച് പോയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ അന്നേ ദിവസം തന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഒരു ടോപ്പിക് കവർ ചെയ്താൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് വർക്കൗട്ട് ചെയ്യും. സാർ കൂടെ ഇരിക്കും, എന്ത് സംശയങ്ങളുണ്ടായാലും ചോദിക്കാൻ പറഞ്ഞു തരും. ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ എൻ്റെ ഇത്രയും ലൈഫിൽ ഡിഗ്രി വരെയും ഒരു ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ നോട്ടിൽ മാറിയിരിക്കുക, എന്നെ ഒട്ടും നോട്ടീസ് ചെയ്യരുത് എന്നുള്ള രീതിയിൽ അങ്ങനെ ഇരിക്കുന്ന ഒരാളായിരുന്നു. ദിശയിൽ വന്നതിന് ശേഷമാണ്, സാറിൻ്റെ ക്ലാസ് ഇരുന്നതിന് ശേഷമാണ് ഫ്രണ്ടിൽ ഇരിക്കുക, സാറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, അങ്ങനെ ഒരു രീതിയിലേക്ക് മാറിയത്. സാറ് ഭയങ്കര സപ്പോർട്ടീവാണ്. പിന്നെ ബാക്കി എല്ലാ ടീച്ചേഴ്സും, ഇംഗ്ലീഷ് ചന്ദ്രബോസ് സാറായിരുന്നു. സാറും ഇംഗ്ലീഷ് പൊതുവെ എല്ലാവർക്കും ഗ്രാമർ ടഫറായിട്ട് തോന്നുന്നൊരു ഇതാണെങ്കിലും സാറ് ഭയങ്കര ലൈറ്റായിട്ടാണ് നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇപ്പം പിന്നെ അഞ്ജിത മിസ് ആണെങ്കിലും നമ്മുടെ ഇവിടെ വർക്കൗട്ട് സെഷൻ, അതെ വർക്കൗട്ട് സെഷന് അഞ്ജിത മിസ് കൂട്ടിരിക്കും, ഡൗട്ട്സ് എല്ലാം പറഞ്ഞു തരും. മിസ്സിൻ്റെ മെത്തേഡ്സ് ഒക്കെ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ എല്ലാം. പിന്നെ അവസാനം ഇംഗ്ലീഷ് ദിവ്യ മിസ് പഠിപ്പിച്ചിട്ടുണ്ട് കുറച്ചുണ്ട്. എല്ലാ അധ്യാപകരും. ഇതിൽ നിന്ന്, ഈ ക്ലാസ്സുകളിൽ നിന്ന് പ്രണവ് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി, ഇപ്പം പ്രണവ് ക്ലിയർ ചെയ്ത എക്സാം ഏതായിരുന്നു ഒന്ന് പറയാമോ എല്ലാവർക്കും? ഞാൻ 2025 RRB ക്ലറിക്കൽ എക്സാം ആണ് ക്ലിയർ ചെയ്തത്. IBPS RRB ക്ലറിക്കൽ എക്സാം ആണ് ക്ലിയർ ചെയ്തത്. അപ്പോൾ ആ ഒരു എക്സാമിനെ പറ്റി, അത് ഇപ്പം ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് എന്താണ് ഈ IBPS RRB എക്സാം എന്ന് അറിയാത്തവരുണ്ടാവും. അപ്പോൾ അതൊന്ന് പറഞ്ഞു കൊടുക്കാം. ഒരുപാട് ബാങ്ക് എക്സാം ഉണ്ട്. അപ്പോൾ എല്ലാത്തിലും മാനേജർ പോസ്റ്റും ഉണ്ട്, ക്ലറിക്കൽ പോസ്റ്റും ഉണ്ട്. അതിൽ റീജിയണൽ റൂറൽ ബാങ്കിൻ്റെ ക്ലറിക്കൽ പോസ്റ്റിൻ്റെ എക്സാമാണ് IBPS RRB ക്ലറിക്കൽ എക്സാം. അപ്പോൾ അതാണ് ക്ലിയർ ചെയ്തത്. എക്സാമിൻ്റെ പാറ്റേണിലോട്ടൊക്കെ വരുവാണെങ്കിൽ പ്രിലിംസിൽ നമുക്ക് ഇംഗ്ലീഷ് ഇല്ല, ക്വാണ്ടം റീസണിംഗ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. മെയിൻസിലോട്ട് വരുമ്പോഴാണ് ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ, ജനറൽ, കറണ്ട് അഫയേഴ്സ് അങ്ങനെ വരുന്നത്. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ മറ്റ് എക്സാമുകൾ, അതായത് IBPS നമ്മുടെ ക്ലറിക്കൽ എക്സാംസ് ഉണ്ടല്ലോ, പബ്ലിക് സെക്ടർ ബാങ്കുകളിലേക്ക് നടത്തുന്ന ക്ലറിക്കൽ എക്സാംസ്, അല്ലെങ്കിൽ അവരുടെ PO പരീക്ഷകൾ, SBIയുടെ ഈ പരീക്ഷകളിൽ നോക്കുമ്പോൾ ഈ പരീക്ഷ എളുപ്പമാണോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ടഫാണോ? കമ്പാരിറ്റീവ്ലി പൊതുവെ എല്ലാവരും എളുപ്പമാണെന്നാണ് പറയാറുള്ളത്. പക്ഷെ അതിന് മറ്റൊരു ഇംഗ്ലീഷ് പ്രിലിംസിൽ ഇല്ലാത്തതുകൊണ്ടും കൂടെയാണ്. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കും കട്ട് ഓഫ് ഹയർ ആയിരിക്കും മിക്കവാറും സമയങ്ങളിൽ. അതേപോലെ തന്നെ കുറച്ച് ടൈമിൽ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻ സ്പീഡിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ഏരിയ ആണ് RRB ക്ലറിക്കൽ എക്സാം. പ്രിലിംസ് കട്ട് ഓഫ് ഒക്കെ അത്യാവശ്യം നല്ല ഹയർ ലെവലായിരിക്കും. ഓക്കെ, ഇനി അടുത്ത് വരേണ്ടത്, നമ്മൾ ഈ 3 സബ്ജക്റ്റുകളാണ് ബാങ്കിനെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ളത്. ഒന്ന് ഇംഗ്ലീഷ്, അതുപോലെ മാത്സ്, റീസണിങ്. ഇപ്പോൾ GK പൊതുവെ പാടായിട്ടുള്ളവരുമാണ് ബാങ്ക് ചൂസ് ചെയ്യുന്നത്. അപ്പം ഈ 3 സബ്ജക്റ്റും പഠിക്കാനായിട്ട് എടുത്ത രീതികൾ, അതായത് മാത്സ്, അത് 3 ഒരേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു രീതികളൊക്കെ ഒന്ന് പറയാമോ? ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ബേസിക്സിൽ നിന്ന് തുടങ്ങിയപ്പം അവിടെ മറ്റേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടുന്ന നോട്ട്സും കാര്യങ്ങളും, നോട്ടൊക്കെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ പോകുമായിരുന്നു. അഖിൽ സാറ് വളരെ നന്നായിട്ട് നോട്ടെല്ലാം തരും, നമ്മളത് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യും, അത് സമയത്ത് റിവൈസ് ചെയ്യും. പിന്നെ മെറ്റീരിയൽസ് കിട്ടും, അത് പഠിക്കും, അത് റിവൈസ് ചെയ്യും. അതൊക്കെ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, മെറ്റീരിയൽസ് കാര്യങ്ങളെല്ലാം. പിന്നെ മോക്ക് ടെസ്റ്റ്, ഓരോ ടോപ്പിക്ക് കഴിയുമ്പോൾ നമുക്ക് ടോപ്പിക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. കുറച്ച് കഴിയുമ്പോൾ നമ്മളൊരു സെക്ഷണൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട്, പിന്നെ കുറച്ച് നമ്മളൊന്ന് ബേസൊക്കെ ഓക്കെ ആയതിനു ശേഷം നമുക്ക് ഫുൾ ലെന്ത് ടെസ്റ്റ് എടുത്ത് തന്നെ പോകാം. മോക്ക് മാക്സിമം ചെയ്യുന്നതാണ് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. പിന്നെ ക്വാണ്ടിലേക്കൊക്കെ വരുവാണെങ്കിൽ സ്പീഡ് മാത്സിൻ്റെ ഏരിയ ഒക്കെ നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനനുസരിച്ചാണ് അത് വരുന്നത്. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാം, എല്ലാ ദിവസം ഒരു ഫിക്സഡ് ടൈം ഇത്ര നേരം എല്ലാ ദിവസവും ചെയ്യുന്നില്ലെങ്കിൽ പോലും കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ദിവസവും എന്തെങ്കിലും കുറച്ച് സമയമാണെങ്കിലും ചെയ്ത് തന്നെ ടൈം, പ്രത്യേകിച്ച് ടൈം സ്ലോട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ടൈമിങ്ങിന് ഭയങ്കര പ്രാധാന്യമുണ്ട്, സ്പീഡിന് നല്ല പ്രാധാന്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് മാത്സ് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും അല്ലെ. പ്രണവ് അങ്ങനെ ഒരു കാര്യം കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാ ദിവസവും ഇത്ര സമയം മാത്സ്, ഇത്ര സമയം റീസണിങ്, അങ്ങനെ പ്രാക്ടീസ് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരെ പോലെ തന്നെ തുടങ്ങിയ സമയത്ത് ഒരു സ്കെഡ്യൂളൊക്കെ സെറ്റ് ചെയ്ത് ടൈം ടേബിളൊക്കെ വെച്ച് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാലും നമുക്ക് എല്ലാ ദിവസങ്ങളിലും കൃത്യം ഇത്ര സമയം എന്നുള്ള രീതിയിൽ പറ്റത്തില്ല. പക്ഷേ എല്ലാ ടോപ്പിക്സും എല്ലാ ദിവസവും കവർ ചെയ്ത് പോകാൻ ചെറിയ ഏരിയ, ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ വൊക്കാബുലറി കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലാണെങ്കിലും ടോപ്പിക് ടെസ്റ്റ് ചെറിയ രീതിയിലുള്ള ടെസ്റ്റുകളുണ്ട്. ടെലിഗ്രാമിലൊക്കെ തന്നെ ഒരുപാട് ടെസ്റ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ചുമ്മാ നമ്മുടെ എറർ ഡിറ്റക്ഷൻ പോലെ, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് പോലെയൊക്കെ ടെസ്റ്റസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചുമ്മാ ചെയ്തുകൊണ്ടിരിക്കുക. അത് ഇംഗ്ലീഷിൻ്റെ കേസിൽ അത് നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പൊതുവേ ആളുകൾ ചോദിക്കുന്നത്, ഇപ്പം ഇംഗ്ലീഷ് പാടാണ്, എനിക്ക് പഠിക്കാനായിട്ട് ഭയങ്കര പാടാണ്. ഇപ്പം പ്രണവ് പഠിച്ചു
വന്ന ബേസ് ഇപ്പോൾ CBSE അങ്ങനെ വല്ലതും ആണോ? അല്ലല്ല, ഞാൻ കേരള സിലബസ്, ഇംഗ്ലീഷ് മീഡിയം ആണ്, കേരള സിലബസ്. ഇംഗ്ലീഷ് മീഡിയം കേരള സിലബസിൽ പഠിച്ചു വന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്കും ഇത് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ ഒരു എഫേർട്ടിനാണ് പ്രാധാന്യം ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ പറയുന്ന ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലും അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ലില്ല, ഇംഗ്ലീഷ് ക്ലാസ് കേൾക്കും, നോട്ട് പ്രിപ്പയർ ചെയ്യും. പിന്നെ അഖിൽ സാറ് നമ്മളെ കൊണ്ട് എഡിറ്റോറിയൽ എഴുതിപ്പിക്കുക, എഡിറ്റോറിയൽ സമ്മറി എഴുതിപ്പിക്കുമായിരുന്നു. ഹിന്ദു എഡിറ്റോറിയൽ സമ്മറി എഴുതിയിട്ട് നമ്മൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് അത് പ്രസന്റ് ചെയ്യും. അങ്ങനെയൊക്കെ സെഷൻസ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒരു രീതിയിലല്ലേ മറ്റൊരു രീതിയിൽ ഇംഗ്ലീഷിന് മാർക്ക് കൂടുന്നതിന് സഹായിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് ആയിരുന്നു എനിക്ക് ഫൈനൽ എക്സാമിൽ ഏറ്റവും അധികം മാർക്കുള്ള ഒരു സെക്ഷൻ. അപ്പോൾ അങ്ങനെ അത്രയും മാർക്ക് സ്കോർ ചെയ്യാനും പറ്റി. ഓക്കെ. അപ്പോൾ അത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിന് ബേസ് കുറവുള്ള ആളുകളാണെന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രാക്ടീസ് ചെയ്യാമെങ്കിൽ ഡെവലപ്പ് ചെയ്ത് വരാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇനി എവിടെയാണ് ഈ ജോബ് ഇപ്പം IBPS RRB ആണ് കിട്ടിയത്, കേരളയാണ് കിട്ടിയത്. അപ്പോൾ എവിടെയായിരിക്കും കിട്ടുന്നത്? എത്ര സമയം എടുക്കും? ഇനി എന്തൊക്കെയാണ് പ്രൊസീജിയർ? അതൊക്കെ ഒന്ന് പറയാം. ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്, മെയിൽ വന്നിട്ടുണ്ട്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ ഡേറ്റ് വന്നിട്ടില്ല. നമ്മളവിടെ ചെന്ന് ഡോക്യുമെന്റ്സ് ഒക്കെ വെരിഫൈ ചെയ്തതിന് ശേഷമായിരിക്കും എവിടെയായിരിക്കും നമുക്ക് പോസ്റ്റിംഗ് വരണമെന്ന് പറയുന്നത്. കേരളത്തിൽ തന്നെ ആയിരിക്കും എന്നുള്ളൊരു. ഈ തുടക്കക്കാരെ സംബന്ധിച്ച് ഇപ്പം ഞാനത് ചോദിക്കാൻ കാരണം ഇപ്പം ബാങ്കിങ്ങിൽ നിന്ന് ഒരുപാട് അവസരങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം SBI PO IBPS PO ഒക്കെ വിളിച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ക്ലറിക്കൽ എക്സാംസ് വരുവാണ്. വലിയൊരു അവസരമാണ് ഈ വർഷം വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു തുടക്കക്കാർ ആദ്യമായിട്ട് ഈ ഒരു എക്സാമിലേക്ക് തുടങ്ങുന്ന ഒരാൾ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, എങ്ങനെയാണ് അയാൾ തുടങ്ങേണ്ടത്, അതിനൊക്കെ ഒരു ഐഡിയ കൊടുക്കാൻ പറ്റും? തുടങ്ങുമ്പം എല്ലാവരും പറയുന്ന പോലെ തന്നെ ബേസ് സെറ്റാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മളെല്ലാം പല എടുത്തുനിന്ന് വരുന്നതാണ്. ബാങ്കിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു 10th ലെവലൊക്കെ ഉള്ള മാത്സിൻ്റെ ടോപ്പിക്സ് ആണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. നമ്മളത് പ്രോപ്പർ ആക്കുക. ബേസ് ടൈമിലുള്ള ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. പറ്റുമെങ്കിൽ നോട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക, റിവൈസ് ചെയ്യുക. ഓരോ സെക്ഷൻ കഴിയുമ്പം ടോപ്പിക് ടെസ്റ്റൊക്കെ എഴുതി തന്നെ പോവുക. പിന്നെ ഒരു ടൈം എത്തുമ്പോൾ നമുക്ക് തോന്നും ഒരു മോർ ദാൻ 85% സിലബസ് നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് തോന്നുന്ന സമയത്ത് ഫുൾ ലെന്ത് മോക്ക് എഴുതി സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുക. പിന്നെ ഇംഗ്ലീഷിനും എല്ലാം ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പോവുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിലെ ആരും മോക്കൊന്നും അല്ലെങ്കിലല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഒരു 3 ഫേസുകളായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഫേസ് 1 എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഫേസ് 1 ഞാൻ പറഞ്ഞ പോലെ ബേസ് സെറ്റ് ആക്കുക, നോട്ട്സ് കൃത്യമായിട്ട് എഴുതി പോയി സിലബസ് കംപ്ലീറ്റ് ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. ഫേസ് 1 ചെയ്യേണ്ടത്. അതിനൊരു എത്ര ടൈം പീരീഡ് വേണ്ടി വരും ഒരാളെ, ഒരു ബിഗിനറിനെ സംബന്ധിച്ച് അതൊക്കെ എത്ര സമയം വേണ്ടി വരും ഒരു ഫേസ് 1 കംപ്ലീറ്റ് ചെയ്യാനായിട്ട്? ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ 2025 ജൂണിൽ കയറി. RRB എക്സാം നടക്കുന്നത് ഡിസംബറിലാണ്, മെയിൻസ് എക്സാം നടക്കുന്നത് ഫെബ്രുവരിയാണ്. അതായിരുന്നു എൻ്റെ ഒരു ടൈം സ്ലോട്ട് എന്ന് പറയുന്നത്. ഒരു 6 മാസം സമയം ടോട്ടൽ എടുത്തുള്ളൂ. അതെ. അപ്പം ബേസൊക്കെ ആദ്യത്തെ ഒരു 3 മാസത്തിൽ തന്നെ ഓക്കെ, സിലബസും ഇതൊക്കെയാണ് ബേസും ഒരു ഐഡിയ ഉണ്ടാക്കി. അപ്പൊ നന്നായി ഒരു പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇറങ്ങുന്ന ഒരാൾ 3 മാസത്തിനകത്ത് ബാങ്കിന്റെ നമുക്ക് സിലബസ് കംപ്ലീറ്റ്ലി കവറപ്പ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സെക്ഷൻ ബേസ് മോക്കുകൾ പ്രാക്ടീസ് ചെയ്യും. അങ്ങനെയുള്ള പരിപാടികൾ ഉണ്ടായിരുന്നു അല്ലേ? ഈ പ്രോസസ്സുകളെല്ലാം ഇതിനോടൊപ്പം ചെയ്യുന്നുണ്ട്. അതായത് എഡിറ്റോറിയൽ എഴുതുന്നു, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് വളരെ പ്രാധാന്യമില്ലേ? അപ്പൊ അതിനുവേണ്ടി എന്തോരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? കറണ്ട് അഫയേഴ്സ് സെക്ഷൻ നമ്മൾ 2-3 സോഴ്സ് എടുക്കുക. നമുക്ക് ദിശയിൽ നിന്ന് തന്നെ ഇത് നമുക്ക് PDF ഡെയിലി വരുന്നുണ്ട്. പിന്നെ അല്ലാതെ ഇഷ്ടംപോലെ സോഴ്സുകൾ നമുക്ക് ചുറ്റുമുണ്ട്. പത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ന്യൂസ് പേപ്പറുകൾ വായിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത് നോക്കുക, എന്നിട്ട് ഒരു 10 പോയിന്റ് വെച്ചിട്ട് ഡെയിലി എഴുതി പോവുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. മൾട്ടിപ്പിൾ സോഴ്സസ് ഫോളോ ചെയ്യാൻ പറയും. എന്നാലും നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു സോഴ്സെങ്കിലും കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് പോവുക. പിന്നെ ഇത്തവണത്തെ കറണ്ട് അഫയേഴ്സ് സെഷൻ കുറച്ച് സർപ്രൈസിങ് ആയിരുന്നു എല്ലാവർക്കും. കാര്യം ഇപ്പം ജനറൽ അവയർനെസ്സിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഇത് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു അനുഭവം പറയാനാണെങ്കിൽ ഞാൻ കറണ്ട് അഫെയർ അങ്ങനെ പോകുന്നുണ്ടെങ്കിലും ഇപ്പം RRB ക്ലർക്കിൻ്റെ സമയത്തേക്ക് വന്നപ്പോഴത്തേക്കും ഇംഗ്ലീഷ്, ഫണ്ട്, റീസണിങ്ങിനൊക്കെ കുറച്ചധികം ഇമ്പോർട്ടൻസ് കൊടുത്തു വന്നപ്പോൾ മെയിൻസിൻ്റെ സമയത്ത് കുറച്ചധികം കറണ്ട് അഫെയർ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യണം എന്നൊരു സ്റ്റേജ് വന്നായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 2 സോഴ്സൊക്കെ എടുത്തിട്ട് കംപ്ലീറ്റ്ലി അത് കവർ ചെയ്യാന്നുള്ള രീതിയിൽ ഒരു 5 മാസത്തെ കറണ്ട് അഫെയർ ഫുള്ളായിട്ട് പഠിച്ചിട്ട് പോയി. പക്ഷേ എക്സാമിന് വന്നപ്പോഴത്തേക്കും കൂടുതൽ ജനറൽ അവയർനെസ്സിന് ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഏരിയ പോലെ തോന്നിയായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്ത് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും ഇനിയുള്ള എക്സാംസിന് ബെറ്റർ ആയിട്ട് വരുന്നത്. ജനറൽ അവയർനെസ്, സ്ട്രാറ്റജിക് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കറണ്ട് അഫെയർ പഠിക്കുകയാണെങ്കിൽ അതിലൊരു ഡേറ്റ ഉണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജിക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അതുകൂടെ കവർ ചെയ്ത് ബെറ്റർ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ബാങ്കിങ് അവയർനെസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കൂടുതലും. ബാങ്കിങ് അവയർനെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെയാണ് പോകുന്നത്. RBI റൂൾസ്, കാര്യങ്ങൾ, അങ്ങനെ പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇന്റർവ്യൂ സെക്ഷൻസിൽ ഇപ്പം ക്ലറിക്കലിന് ഇന്റർവ്യൂ വരുന്നില്ല, അല്ലാത്ത എക്സാമുകൾക്ക് ഇന്റർവ്യൂവിനാണ് കൂടുതലും ബാങ്കിങ് അവയർനെസ് എന്നുള്ള ക്വസ്റ്റ്യൻസിന് പ്രാധാന്യം വരുന്നത്. നമ്മുടെ റിട്ടേൺ എക്സാമിനകത്ത്, ഈ പറയുന്ന ഓൺലൈൻ എക്സാമിനകത്ത് ബാങ്കിങ് അവയർനെസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ടോ? ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിരിക്കും അല്ലേ? കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത് അല്ലേ? ഓക്കെ. കമ്പ്യൂട്ടർ അവയർനെസ്സിനുള്ള പ്രാധാന്യം? കമ്പ്യൂട്ടർ അവയർനെസ് ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പ്യൂട്ടർ അവയർനെസ് നമുക്ക് മെറ്റീരിയൽ, IBPS RRBക്ക് കമ്പ്യൂട്ടർ അവയർനെസ് നല്ല പ്രാധാന്യമുണ്ട്. മെറ്റീരിയൽ കിട്ടിയായിരുന്നു, മെറ്റീരിയൽ വായിച്ചു നോക്കി. പിന്നെ അല്ലാതെ നമുക്ക് ഇഷ്ടംപോലെ സോഴ്സസ് യൂട്യൂബിലും കാര്യങ്ങളിലും ഒക്കെ ആയിട്ടുണ്ട്.
അപ്പം അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പറ്റും. ഒരു ഭയങ്കര ചലഞ്ചിങ് ഏരിയ ആയിരുന്നില്ല കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ. വേറൊരു കാര്യം ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം നീ ഇങ്ങനെ കുറെ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ ഒരാളാണല്ലോ. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു എക്സാം കിട്ടി എന്ന് അറിഞ്ഞപ്പം നിന്റെ സ്വന്തമായിട്ടുള്ള ഒരു ഫീലിങ്സും അതുപോലെ വീട്ടിൽ നിന്നുണ്ടായ ഒരു ഫീലിങ്സും കാര്യങ്ങളും ഒന്ന് പറയാം. ഭയങ്കര ഹാപ്പിയായി. കുറേ അധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഫിനാൻഷ്യൽ ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം അതിലൂടെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ എല്ലാവരും സ്ട്രഗ്ലിംഗ് ഫേസ് ചെയ്ത് തന്നെ ആയിരുന്നു. അപ്പോൾ വീട്ടുകാർക്കൊക്കെ ഹാപ്പിയായി. അങ്ങനെ ഒരു ഡിസിഷനൊക്കെ എടുത്ത് പിന്നെ വീണ്ടും ഒരു പുതിയ തുടക്കം അങ്ങനെയൊക്കെ വന്ന് അതൊരു എൻഡിലെത്തി, ഒരു സക്സസ് എത്തി എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് ഹാപ്പിയാണ്, ഞാനും ഒരുപാട് ഹാപ്പിയാണ്. ആ മൊമെന്റ് പ്രീഷ്യസ് ആണ്. പ്രണവിനെ പോലെ ഒരാള് ഒരുപാട് ഇപ്പം എനിക്കറിയാം ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു വീടിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരാളാണ്. അപ്പം സ്വാഭാവികമായിട്ടും ആളുകൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ ആവുന്ന അവിടെയാണ്. കാരണം വലിയ സപ്പോർട്ടുകളുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ട, പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. എന്നാൽ പ്രണവിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇഷ്യൂസസ് ഉണ്ട്. അപ്പം അതിനൊപ്പം ഇത് പഠിച്ചെടുക്കണം എന്നൊരു വാശി ഉണ്ടായത് ഈ പ്രോബ്ലംസ് ഉണ്ടായത് കൊണ്ടാണോ ഒരു സൈഡ് അങ്ങനെ വന്നത്? ഒരു രീതിയിൽ ശരിയാണ്. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് അതൊരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് തോന്നാറുണ്ട്. പക്ഷെ അത് ഒരു പ്രിപ്പറേഷൻ്റെ ജേർണിയിൽ ഒരു ടൈമിൽ എനിക്ക് തന്നെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. വളരെ പീസ്ഫുള്ളായിട്ട്, എന്ന് വെച്ചാൽ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പീസ്ഫുള്ളായിട്ട് പഠിച്ച് പോകുന്നവരുണ്ട്. അവർ പക്ഷേ അവരുടെ ഒരു സ്ട്രഗ്ലിംഗ് ഇത് പറയുന്നുണ്ട്, അവർക്ക് ഒരുപാട് ടൈം എടുക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ ഞാൻ സ്വയം ചിന്തിക്കും, എനിക്ക് ഇത്രയധികം പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഫൈറ്റ് ചെയ്ത് ഞാൻ എന്നാ പോയിന്റിലേക്കൊക്കെ എത്തും എന്ന് സ്വയം തോന്നാറുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ നമുക്കൊരു പ്രോപ്പറായിട്ട് എൻ്റെ ഡെസ്റ്റിനേഷൻ അവിടെയാണ്, ഇതല്ലാതെ മറ്റു വഴികളില്ല, മാർഗ്ഗം ഇതാണ്, ലക്ഷ്യം ഇതാണെന്ന് സ്വയം നമുക്കൊരു തോന്നലുണ്ടെങ്കിൽ ഈ പറയുന്ന നമുക്ക് ചുറ്റുമുള്ള നോയ്സൊക്കെ നമുക്ക് സൈലന്റ് ആയിട്ട് തോന്നും. അതായത് പല ആളുകളും സെക്കൻഡ് ഓപ്ഷനായിട്ട് വെളിയിലൊക്കെ ഒന്ന് പോകാമെന്ന് ചിന്തിച്ചിരിക്കുന്ന ആ ഓപ്ഷനെ ഫസ്റ്റ് ഓപ്ഷനായി ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് വന്നതുകൊണ്ട് ഇനി വേറൊരു ചാൻസ് ഇല്ല. കാരണം നാട്ടിൽ തന്നെ കയറണം. അപ്പൊ അതിനി എന്റെ ലൈഫ് രക്ഷപ്പെടുത്താൻ ഈ ഒരു വഴിയേ ഉള്ളൂ എന്റെ ഫ്രണ്ടിലും എന്നൊരു ഇതുണ്ട്. ഇനി ഫ്യൂച്ചർ കുറച്ച് പ്ലാനുകൾ, ഇപ്പൊ വീടിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള പ്ലാനുകൾ, അതൊക്കെ ഒന്ന് പറയാൻ പോരെ, ആഗ്രഹങ്ങൾ ഒന്ന് കേൾക്കാനുണ്ട്. ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അങ്ങനെ ഫിനാൻഷ്യലി ഒന്നും ഭയങ്കര സൗണ്ടായിട്ടുള്ളൊരു ഫാമിലിയൊന്നും അല്ല. അപ്പം വീട് ശരിയാക്കണം. ഇങ്ങനെ വാടക വീടുകളിൽ നിന്ന് വാടക വീടുകളിലേക്ക് മാറുന്ന ഒരു ഇതാണ്. അപ്പം വീട് എത്രയും പെട്ടെന്ന് ശരിയാക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അത് ഞാനിപ്പം നമ്മളിപ്പോൾ ക്ലാസ്സിന് വരുമ്പോൾ ഒരിക്കലും ഓരോ സ്റ്റുഡൻസിനോടും അവരോട് ഇൻഡിവിജ്വൽ കാര്യങ്ങൾ അറിയുന്നില്ല. ഞാനിപ്പോൾ പ്രണവിൻ്റെ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് വന്നപ്പോഴാണ് അറിയുന്നത്. അപ്പം ചിലപ്പോൾ നമ്മളത് അറിയണമെന്നില്ല. എല്ലാ ഇപ്പം നമ്മൾ ഇത്രയും അക്കാഡമികളിൽ പോവുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓരോരുത്തരും എന്നിട്ട് ഞാൻ ക്ലാസ്സിൽ പറയും, നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, തീർച്ചയായിട്ടും അക്കാഡമിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയാറുണ്ട്. അപ്പോൾ എനിക്ക് ഏറെ അഭിമാനം തോന്നുന്നു അതാണ്. കാരണം ഒരു വലിയ സ്ട്രഗ്ലിംഗ് സിറ്റുവേഷനിൽ നിന്ന് അത്ര ഒരു പാഷൻ ഉണ്ടെങ്കിലേ ഒരാൾക്ക് കയറി വരാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞതുപോലെ വെളിയിൽ പോയി ഒരു അനുഭവം പഠിച്ചതുകൊണ്ട് ഇനി നാട്ടിൽ എങ്ങനെയും കയറിയേ പറ്റൂ എന്നൊരു ചിന്ത വന്നു. ആ ചിന്തയ്ക്ക് 100% നീതി പുലർത്തുന്ന രീതിയിൽ, മാതാപിതാക്കളോടും 100% നീതി പുലർത്തുന്ന രീതിയിൽ പ്രണവിന് പെർഫോം ചെയ്യാൻ സാധിച്ചു. അത് ഈ സ്ട്രഗിളിൽ നിന്ന് വരുന്ന ഒരാളുകളോട് ശരിക്കും പ്രണവിന് എന്തവർ ചെയ്താൽ അവർക്ക് സക്സസ് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റുമോ? സ്ട്രഗിൾ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാര്യം നമുക്ക് ഇത്രയധികം പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നമുക്കൊരു ഡ്രൈവിംഗ് ഫോഴ്സ് അത് തന്നെ ആയിരിക്കും എപ്പോഴും. നമുക്കങ്ങനെ വെറുതെ ഇരിക്കാൻ തോന്നില്ല. നമുക്കങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിലേ ഇനി മുന്നോട്ട് പോകാൻ പറ്റും. മറ്റു ഓപ്ഷൻസ് ഒന്നും ഇല്ലല്ലോ, ആകെ ഒരു ഓപ്ഷൻസ് അല്ലേ ഉള്ളൂ. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. ആ അഡ്വാൻറ്റേജിനെ അതിൻ്റെതായ പോസിറ്റീവ് അർത്ഥത്തിലെടുത്ത് മുന്നോട്ട് പോവുക, നമ്മൾ ഉറപ്പായിട്ടൊരു സക്സസ്സിലെത്തും. പ്രണവിന്റെ കാര്യം കേട്ടപ്പോൾ ഞാൻ മനസ്സിലായി, ഇപ്പം വീടുകൾ മാറുന്നതുകൊണ്ട് തന്നെ അഡ്രസ്സിന്റെ ഒരു ഇഷ്യൂ പോലും പലപ്പോഴും വന്നു. ഒരു ജോലി കിട്ടിയെന്നുള്ളത് ഇന്ന വീട്ടിലേക്ക് ആ കത്ത് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ വരണമെന്നുള്ളത് പോലും അറിയാൻ പറ്റത്തില്ല, മാറിക്കൊണ്ടിരിക്കുക വീട്. അപ്പൊ അതുപോലും ഒരു ടെൻഷൻ ആയിരുന്നു അല്ലേ? ഉറപ്പായിട്ടും റെന്റൽ ഹൗസ് ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് അഡ്രസ്സ് കൊടുക്കുമ്പോൾ ഈ ടെമ്പററി അഡ്രസ്സ്, പെർമനന്റ് അഡ്രസ്സ് ഇങ്ങനെ മാറി കിടക്കും. നമ്മൾ ഓരോ തവണയും ഇങ്ങനെ വിളിച്ച് പറയണം, നമ്മൾ ഇവിടുന്ന് മാറിയതാണ്, ഇത്ര വർഷങ്ങളായി. അപ്പം പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പം ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഡോക്യുമെന്റ്സിലൊക്കെ ആണെങ്കിൽ എപ്പോഴും നമ്മളിങ്ങനെ അഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് തോന്നാറുണ്ട് വീടെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും പാട് വരത്തില്ല. ബിടെക്കിന് പോയി പഠിച്ച അനുഭവങ്ങളൊക്കെ ഒന്ന് പറയാം. ബിടെക് അങ്ങനെ ഭയങ്കര എല്ലാവരെയും പോലെ ഭയങ്കര താല്പര്യത്തോടെ ബിടെക്കിലേക്ക് പോയ ഒരാളായിരുന്നില്ല. ടെക്നിക്കലി എന്തെങ്കിലും പഠിക്കുക എന്നുള്ളൊരു സജഷൻ വീട്ടിൽ നിന്നുണ്ടായിരുന്നു. അവിടെ തന്നെ അപ്പോൾ നമുക്കൊരു ഓപ്ഷൻസ് ഉണ്ട്, ഏത് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ള. അതിൽ തന്നെ ഞാൻ ഏറ്റവും എളുപ്പം ഏതാ എന്നൊക്കെ നോക്കിയിട്ട് സിവിലിലേക്ക് പോയ ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനോടുള്ള ഭയങ്കര ഒരു ഇതില്ല. പക്ഷേ എൻ്റെ ആകെ ബിടെക് പഠിക്കുന്ന സമയത്ത് പേപ്പർ ബാക്ക്ലോഗായിട്ട് കിടക്കരുത്, എങ്ങനെയും പാസ്സായി പോകണം. ഭാഗ്യത്തിന് ഫോർച്യുനേറ്റ്ലി അത് സംഭവിച്ചു. അവസാനം ബാക്ക്ലോഗ്സ് ഒന്നും ഇല്ലാതെ ബിടെക്കെല്ലാം പാസ്സായി ഇറങ്ങാൻ പറ്റി. അപ്പോൾ അതിനുശേഷം മറ്റൊരു ഇതെന്ന് പറയാനാണെങ്കിൽ ബിടെക് കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ടെക്നിക്കലായിട്ട് നമുക്ക് ഗവൺമെന്റ് എക്സാംസ് എന്തെങ്കിലുമൊക്കെ നോക്കാം എന്നും ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് നമ്മളിങ്ങനെ താല്പര്യമില്ലാതെ ബിടെക്കാരെല്ലാം ഫേസ് ചെയ്യുന്നത്. അവർക്ക് എന്താണ് അവരുടെ കറക്റ്റ്
കറക്റ്റ് ഫോക്കസ് നിങ്ങൾ നഷ്ടപ്പെടുക. ബിടെക് കഴിയുമ്പോൾ അവരുടെ മനസ്സിൽ ടെക്നിക്കൽ ആണല്ലോ ഞാൻ പഠിച്ചത്, അതുകൊണ്ട് ടെക്നിക്കൽ തന്നെ എടുക്കാം, അല്ലെങ്കിൽ ടെക്നിക്കലി എന്തെങ്കിലും ചെയ്യാമെന്നായിരിക്കും അവരുടെ മനസ്സിൽ ആദ്യം വരുന്നത്. പക്ഷേ അങ്ങനെ പോകുമ്പോഴാണ് ഇതിന്റെ ലിമിറ്റേഷൻസിനെ പറ്റി അന്നേരം മനസ്സിലാവുന്നത്. അപ്പൊ ഈ ലിമിറ്റേഷൻ വരുമ്പം സ്വാഭാവികമായിട്ടും പിന്നൊരു കുറെ കൂടെ ഓപ്പർച്യൂണിറ്റി കിടക്കുന്നത് നോൺ ടെക്നിക്കൽ സൈഡ് ആണല്ലോ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ചാടേണ്ടത്. ഇത് വൈകിപ്പോയ ഒരു പക്ഷേ കുറെ സമയം അവിടെ എടുക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ കൺഫ്യൂഷൻ വരുന്ന ഒരു ക്ലിയർ ഒരു ഏരിയ ആണ് ബിടെക്കാരെ സംബന്ധിച്ച്. പലപ്പോഴും ബിടെക്കാർക്ക് അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ അവർ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്ന് അറിയാൻ മേലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ എനിക്കും ഇപ്പം പ്രണവിനും പറയാനുള്ളത് എന്താണോ തീരുമാനം എന്ന് ഉറച്ച് അതിലേക്ക് പോകാന്നുള്ളതായിരിക്കും അല്ലേ? അല്ല, നമുക്കത് പറ്റുന്നില്ല. ഈ ഏരിയ നമുക്ക് ഈ സ്ഥലത്ത് നമ്മളൊക്കെ എല്ലാം തോന്നുക നമുക്ക് ഏതാണോ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസിനെ പറ്റി അന്വേഷിക്കാനും അറിയാനും അതിലേക്ക് മാറാനും ശ്രമിക്കുക. അപ്പോൾ അതിലേക്ക് വരുമ്പോഴാണ് വീട്ടുകാരുടെയൊക്കെ ഒരു സപ്പോർട്ട് ഭയങ്കരമായിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി. ഓക്കെ, ഇത് പറ്റുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ നിനക്ക് ഏതാണോ പറ്റുന്നത് അതിലേക്ക് മാറി നീ നോക്കുക എന്നുള്ള രീതിയിൽ അവർ പൂർണ്ണമായിട്ട് സപ്പോർട്ട്. പ്രത്യേകിച്ച് ഓൾറെഡി ഒരു ഫിനാൻഷ്യലിയൊക്കെ ഇത്തിരി സ്ട്രഗിൾ ചെയ്യുന്നൊരു സമയത്ത് ഒരു ജോലി കിട്ടി അത് വേണ്ടാന്ന് പറഞ്ഞ് നാട്ടിൽ വരിക എന്നൊക്കെ പറയുമ്പോൾ ഉറപ്പായിട്ടും പല അഭിപ്രായങ്ങളും കാര്യങ്ങളും. ദുബായിലായിരുന്നല്ലേ? അതെ അതെ, ദുബായിലായിട്ട് അത് ആ ടെക്നിക്കൽ ഫീൽഡ് തന്നെ ആയിരുന്നു. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പ്ലേസ്ഡ് ആവാൻ പറ്റിയില്ല അല്ലേ? കുറച്ച് ഡിഫറൻ്റ് ആയിരുന്നു. ഞാൻ പഠിച്ചതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസമുള്ള രീതിയിലായിരുന്നു. പിന്നെ പൊതുവേ എല്ലാവരും പ്രവാസ ജീവിതം സ്ട്രഗിളിങ് അതിൻ്റെ ഇനിഷ്യൽ ഫേസ് അങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളൊരിതുണ്ട്. ഈ ലക്ക് ഫാക്ടർ വല്ലതും ഉണ്ടോ? നമ്മൾ ശരിക്കും ചില ആൾക്കാർ പറയും, ഓ എനിക്ക് ലക്കില്ല അതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ടാണ് എക്സാം കിട്ടാഞ്ഞതെന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുമായിട്ട് വല്ല ബന്ധമുണ്ടോ ഈ പരീക്ഷകൾക്ക്? ലക്ക് ഫാക്ടർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മളതിനെ പെർസീവ് ചെയ്യുന്നതിൻ്റെ ഡിഫറൻസ് ആണെന്ന്. ലക്ക് ശരിക്കും നമ്മുടെ ഹാർഡ് വർക്കിൻ്റെയും കൂടെ ഒരു ഫലമായിട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ്. നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ സൈഡ് കംപ്ലീറ്റ്ലി ചെയ്തിട്ട് നമ്മളൊരു എക്സാമിന് പോകുക എന്നുള്ളതാണ് നമുക്ക് സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ പലരും പറയുന്ന കേട്ടുണ്ട് ആ ദിവസത്തിൻ്റെ ഒരു കാര്യങ്ങളും കൂടെ ഉണ്ട്. നമ്മൾ പഠിച്ചേക്കാം അതേപോലെ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റുകയും ടൈം മാനേജ്മെൻറ്റും കാര്യങ്ങളും എല്ലാം സംഭവിക്കുകയും അതെല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു ഭാഗമാണല്ലോ. എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മുടെ എഫേർട്ട് കംപ്ലീറ്റ്ലി ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇനി അതേപോലെ തന്നെ ഇനി ഏതൊക്കെ പരീക്ഷ, ഇപ്പോൾ ഒരു ജോലി കിട്ടി സേഫായി, ഇനി കുറച്ച് ആഗ്രഹങ്ങളുടെ ചിലപ്പോൾ മനസ്സിൽ കാണുമല്ലോ, ഇനി വേറെ ഏതെങ്കിലും എക്സാമുകളോ മറ്റു കാര്യങ്ങളോ അങ്ങനെയൊക്കെയുള്ള ഫ്യൂച്ചർ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് പറയാമോ? ബാങ്കിന് തന്നെ PO എക്സാംസ് കാര്യങ്ങളെല്ലാം അപ്ലൈ അറ്റംപ്റ്റ് ചെയ്യണമെന്നുണ്ട്. അതേപോലെ തന്നെ ആദ്യം പറഞ്ഞ പോലെ SSC നമ്മൾ ആദ്യം SSCക്ക് വന്നിട്ട് പിന്നെ അക്കാഡമിയിൽ എത്തിയ ആളാണല്ലോ. GK എനിക്ക് പറ്റത്തില്ല എന്ന് തോന്നി സ്കിപ്പ് ചെയ്ത് മാറിപ്പോയവരാണ്. അപ്പോൾ എനിക്കത് ചലഞ്ചിങ് ആയിട്ട് തോന്നിയെങ്കിൽ നാളെ അതെനിക്ക് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്, SSC ട്രൈ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പം പ്രണവിൻ്റെ എല്ലാ കാര്യങ്ങളും ലൈഫിൽ നടക്കട്ടെ എന്ന് തീർച്ചയായിട്ടും അക്കാഡമി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സക്സസ് എല്ലാം ലൈഫിൽ ഉണ്ടാവട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ സക്സസ്സും ഉണ്ടാവട്ടെ. അക്കാഡമിയുടെ സൈഡിൽ നിന്നും എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.